ഈ നമ്മുടെ വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനങ്ങളെപ്പറ്റി വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായം, ഇത് ശരിയല്ല എന്നുള്ള അഭിപ്രായം എല്ലാവരും ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ആ പ്രശ്നം വന്നു. പാർലമെൻറ്റ് പുറത്ത് കേരളത്തിലെ എം പിമാർ, BJPയുടെ MP ഒഴിച്ച് ബാക്കി എല്ലാ MPമാരും പ്രതിഷേധത്തിൽ ചേർന്നു. ഇതിനകത്ത് ഏറ്റവും ഒടുവിൽ വന്നേക്കുന്നത് വാസ്തവത്തിൽ കേരളത്തിന് സഹായം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ അപഹസിക്കുന്ന തരത്തിലേക്ക്, കളിയാക്കുന്ന തരത്തിലേക്ക് ഉള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് പറയേണ്ടി വരും. കാരണം നൽകാനുള്ള പണം നേരത്തെ പറഞ്ഞു, ഇപ്പം നിങ്ങളുടെ ഓപ്പണിംഗ് അക്കൗണ്ടിൽ ബാലൻസിലുള്ള തുകയുടെ പകുതി ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് 3 ദിവസം മുമ്പ് ജിയോ ഇറക്കിയതിനകത്ത് ആ അക്കൗണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ഒരു പണവും പുതുതായി തരില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ കരുതുന്നത് 600 ചില്ലാനം കോടി രൂപ ഈ വർഷത്തെ തുക കൂടി ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡ് കൂടി വരുമ്പോൾ 600 ചില്ലാനം കോടി രൂപയാണ് കേരളത്തിൻ്റെ അക്കൗണ്ടിൽ വരുന്നത്. അതിനകത്ത് ഏകദേശം അത്രയും തുക തന്നെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. സാധാരണ ഈ SDRFൽ നിന്ന് ഫ്ലഡിൻ്റെതായ പലതരത്തിലുള്ള ചെലവുകൾ, അതിന് നാശനഷ്ടങ്ങൾ, കൃഷിനാശം, വീടുകളുടെ നാശം, റോഡുകളുടെ നാശം, അതിനൊക്കെ പണം നേരത്തെ അനുവദിച്ച് കോൺട്രാക്റ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളതിന് പണി തീർന്ന് പണം കൊടുക്കേണ്ടി വരുമ്പം ഈ തുക തന്നെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് മാസത്തിൽ പണമൊന്നുമില്ല, അത് കൊടുക്കേണ്ടി വരും. അപ്പം അതിനകത്ത് നിങ്ങളുടെ ഓപ്പണിംഗ് ബാലൻസിലുണ്ടല്ലോ, അതിൻ്റെ പകുതി നിങ്ങൾക്ക് 150 കോടിയിലധികം തരാം. പക്ഷേ ആ സർക്കുലറിൽ തന്നെ പറയുന്നത് അതിനകത്ത് ഫിസിക്കലായിട്ടുള്ള ട്രാൻസ്ഫർ ഉണ്ടാവില്ല. ഇത് അങ്ങേയറ്റം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. ഇതുമാതിരി കണ്ണിൽ പൊടിയിടുന്നെന്നുള്ള വാക്കൊന്നും പറയുന്നത് ശരിയല്ല. അങ്ങനെ സമയം എടുത്തതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ എയർഫോഴ്സിൻ്റെ പേരിൽ പുതിയ കണക്കുമായി വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ അത് മുറിവിനകത്ത്, നല്ല മുറിവിനകത്ത് കുറച്ചുകൂടി ഒരു മുളക് പുരട്ടുന്ന തരത്തിലാണ് കേന്ദ്രത്തിന്റെ സമീപനം. അതാണ് അതിനകത്തെ പ്രശ്നം. ഇത്രയും വലിയ ദുരന്തം ഉണ്ടായി. കേരളത്തിലെ ജനങ്ങളാണ്, കേരളത്തിൽ ഭരിക്കുന്ന കക്ഷി ഇടതുപക്ഷമാണ് ഭരണമുന്നണി, പ്രതിപക്ഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF ആണ്. അപ്പൊ ഇതിൽ രണ്ടിലും തങ്ങൾക്ക് റോളില്ല എന്നുള്ള ഒരു പ്രതിഷേധം BJPക്ക് ഉണ്ടാവാം. കാരണം BJP അത്രയും ഒരു പ്രോമിനൻ്റായ ശക്തിയായിട്ട് നിൽക്കുന്നില്ല. പക്ഷെ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട്, അത് BJPയുടെ വോട്ടർമാരുൾപ്പെടെയുള്ള ജനങ്ങളുണ്ടല്ലോ കേരളത്തിൽ, എല്ലാ പാർട്ടിയിലും ഉള്ളവരുണ്ട്. പാർട്ടിയുടെ പ്രശ്നമല്ല, കേരളത്തിന് കിട്ടേണ്ട പണം, കേരളത്തിന് അർഹമായ ഒരു, കേരളത്തിന് വലിയ ദുഃഖം ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ അതിനെ പിന്തുണയ്ക്കേണ്ട ഒരു സമീപനം ഉണ്ടാവുന്നില്ല. എന്നിട്ട് അതിന് ന്യായീകരിക്കുന്ന കണക്കുകൾ മുൻ കേന്ദ്രമന്ത്രി പറയുന്നു, അതിൻ്റെ വിവാദങ്ങൾ വരുന്നു. അതുപോട്ടെ, നല്ലൊരു നടനായതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി അവിടെ ഇരുന്നിട്ട് ആംഗ്യം കാണിച്ചിട്ട് മറ്റ് സംസ്ഥാനങ്ങളുടെ മുമ്പിൽ എന്താ, ഇന്നലെ ശ്രീ സുരേഷ് ഗോപിയുടെ നടന വൈഭവം നമ്മൾ കണ്ടല്ലോ. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു MP അവിടെ സംസാരിക്കുകയാണ്, തമിഴ്നാടിന് കാര്യങ്ങൾ കിട്ടുന്നില്ല, കേരളത്തിന് കാര്യങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ വളരെ മോശമായ തരത്തിൽ അതിനെ കാണും. ഇതൊക്കെ എന്താ, അതിന് അങ്ങനെ ഒരു ആംഗ്യം കാണിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഒരു കേരളത്തിന്റെ ഒരു പൊതുവായ താല്പര്യം. നിങ്ങളും വ്യത്യസ്തമായ വലിയ ശക്തമായ വിമർശനമൊക്കെ ഉന്നയിക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. പക്ഷെ കേരളത്തിന്റെ പൊതുവായ താല്പര്യത്തിന്റെ കാര്യത്തിൽ അങ്ങനെ സമീപനം മാധ്യമങ്ങൾ സ്വീകരിക്കത്തില്ല. വിമർശനങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ അവിടുത്തെ ജനങ്ങൾ, നമ്മുടെ കേരളത്തിന്റെ ഓരോ ഭാഗത്തും ഉണ്ടാകുന്ന നാശനഷ്ടം, അതിനോട് വളരെ രക്ഷകർത്താതുല്യമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, ആവശ്യമായ സഹായം ചെയ്യണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു സമീപനം അല്ല എടുക്കുന്നത്. എന്ത് രാഷ്ട്രീയമാണ് ഇതിന്റെ പിന്നിലെന്ന് നമുക്ക് മനസ്സിലാവുന്നതേയില്ല. കേരളത്തിന്റെ ധനസ്ഥിതി ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രശ്നം ഇതിൽ വരുന്നില്ല. കാരണം ധനസ്ഥിതി ബോധ്യപ്പെടുത്തുന്നതും അടുത്ത 5 വർഷക്കാലത്തേക്കുള്ള കേരളത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ചാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ദിവസം ധനകാര്യ കമ്മീഷൻ, 16ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലുണ്ടായിരുന്നു. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളുമായിട്ടും ഒരു ചർച്ച നടത്തി. സംസ്ഥാന ഗവൺമെന്റിന്റെ മെമ്മോറാണ്ടം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും അതിന് പ്രത്യേകമായിട്ടുള്ള ഈ അവതരണവും മെമ്മോറാണ്ടം കൊടുത്തു. വളരെ നന്നായിട്ട് മെമ്മോറാണ്ടം തയ്യാറാക്കിയെന്ന് തന്നെയാണ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏറ്റവും ന്യായമായ കാര്യങ്ങളെല്ലാം അത് ഉന്നയിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ കൂടി, ഡീറ്റെയിൽസ് വീണ്ടും കൊടുക്കും. കാരണം പല പല മേഖലയിലെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതിനകത്ത് അവർക്ക് വേണ്ട ഇൻപുട്ട് എല്ലാം കൊടുക്കാം. പക്ഷെ അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ആ മെമ്മോറാണ്ടത്തിനകത്തെ കണ്ടന്റുകളും വ്യത്യസ്തമായി കേരളം പറഞ്ഞതിനെ പറ്റിയെല്ലാം ചെയർമാൻ തന്നെ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഇത് ഇനി വരാൻ പോകുന്ന 5 വർഷക്കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ 2026 ഏപ്രിൽ മുതൽ വരുന്നതാണ് ഈ പുതിയ ധനകാര്യ കമ്മീഷൻ. ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഭാവിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശം നമ്മൾ കൊടുത്തു. അവിടെ തന്നെ നമ്മൾ പറഞ്ഞത്, ഈ ദുരിതാശ്വാസത്തിന്റെ കാര്യം നമ്മൾ സ്പെസിഫിക് ആയ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ അനുഭവം വെച്ചിട്ട് ഒരു സ്ഥലത്ത് ദുരിതം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു സ്റ്റേറ്റ്, വലിയ സ്റ്റേറ്റ് ആയിക്കോട്ടെ, ചെറിയ സ്റ്റേറ്റ് ആയിക്കോട്ടെ, സമ്പത്ത് നല്ലപോലുള്ള സ്റ്റേറ്റ് ആയിക്കോട്ടെ, അത്രയും ഇല്ലാത്ത സ്റ്റേറ്റ് ആയിക്കോട്ടെ, ദുരിതം എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഏറ്റവും വലിയ അപകടം ഉണ്ടാവുന്ന കാര്യമാണ്. അത് 100% കേന്ദ്ര ഗവൺമെന്റ് തന്നെ നൽകണം എന്നാണ് നമ്മൾ എല്ലാ സ്റ്റേറ്റിനും. അത് നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, അത് വരുന്ന കാലത്തേക്കുള്ളതാണ്. പക്ഷേ
ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കേന്ദ്രത്തിന് മുന്നേ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇവിടെ മുണ്ടക്കൈ ദുരന്തം, ആ ദുരന്തം എല്ലാവരും കണ്ടതാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നതാണ്. ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ലോകമാകെ ശ്രദ്ധിച്ചാണ്. കാരണം നിരന്തരമായി ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായി ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന ഇപ്പൊ കേരളത്തിലേ ഉള്ളൂ. നമ്മുടെ അടുത്ത 5 വർഷക്കാലത്തേക്കുള്ള നമ്മുടെ ഫൈനാൻസ് കമ്മീഷൻ കൊടുത്ത മെമ്മോറാണ്ടത്തിൽ ഒരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ ഫോറസ്റ്റിന്റെ പെക്യൂരിയാരിറ്റി, നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ തീരദേശത്തെ പ്രത്യേകത. ഒരു വശത്തുകൂടി മലയിടിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്, ഇഞ്ഞുപുറത്തോ കടലിൽ നിന്നുള്ള ആക്രമണം വരിക. ഇങ്ങനൊരു പ്രത്യേക അവസ്ഥയുള്ള ഒരു സ്ഥലം ഇന്ത്യ വേറെ ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, എന്നാ മഴ പെയ്യുന്നത് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പില്ല, നിങ്ങൾക്ക് ഉറപ്പില്ല, നമുക്ക് ഉറപ്പില്ല. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി പറഞ്ഞപ്പോൾ ഭാവിയിൽ ഈ ദുരന്തം ഏതുണ്ടായാലും 100% ഏത് സംസ്ഥാനത്തിനായാലും കേന്ദ്രം അതിനെ സഹായിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ, ഈ കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ നമ്മളോട് കാണിച്ചത് വല്ലാത്തൊരു ശ്വാസമുട്ടിക്കലാണ്. നമുക്ക് കിട്ടേണ്ട പണം നേരെ പകുതിയായി കുറഞ്ഞു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം കണക്കാർക്കും ബോധ്യപ്പെടാത്തതിന്റെ അല്ല, നമ്മുടെ എല്ലാം ഒരു ഫീലിംഗ്, കേരളത്തിലെ എല്ലാവരുടെയും ഫീലിംഗ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് തരേണ്ടത്, ന്യായമായി തരേണ്ടത് തരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരു മുറിവുണ്ടായി ആ മുറിവിന് ഒന്ന് വേദന സംഹാരി കൊടുക്കുന്നതിന് പകരം കുറച്ച് മുളകൂടെ പുരട്ടിയാലോ? അതാണ് ഇപ്പൊ കേന്ദ്രം ചെയ്യുന്നത്. പുനരധിവാസത്തെ അത് ബാധിക്കില്ല എന്ന് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടും ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ്. പുനരധിവാസത്തെ ബാധിക്കില്ല. ഇപ്പൊ പുനരധിവാസത്തിന്റെ പ്രായോഗികമായ ചില പ്രശ്നങ്ങളുള്ളത്, 2-3 സ്ഥലങ്ങൾ പ്രധാനമായും കണ്ടെത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അത് വയനാട്ടിലെ തോട്ടം മേഖലയാണ്. ഈ തോട്ടത്തിന് ചില എക്സംഷൻ വേണം. ഒന്നാമത്തെ കാര്യം അത് കിട്ടും. പക്ഷെ ഇതിന്റെ ഉടമസ്ഥരായ കമ്പനികളുമായി ചില ഡിസ്പ്യൂട്ട് ഉണ്ട്. ആ ഒരു കേസ് മറ്റുമുണ്ട്. അതിന്റെ ചില പ്രായോഗികമായ പ്രശ്നങ്ങളല്ലാതെ ഒരു കാര്യമില്ല. ഇപ്പൊ അവർക്ക് വാടകയ്ക്ക് തന്നെ സ്ഥലം എടുത്തു കൊടുത്ത് നമ്മൾ കൊടുക്കുകയാണ്. അതെല്ലാം സംസ്ഥാന ഗവൺമെന്റ് അതൊന്നും ഈ പറഞ്ഞ കേന്ദ്രത്തിന്റെ സഹായത്തിൽ വരുത്തതേ ഇല്ല. അതിന് പ്രൊവിഷനില്ല. ഈ ആളുകൾക്ക് താമസിക്കാൻ വാടകയ്ക്ക് സ്ഥലം എടുത്തു കൊടുത്ത് അവരെ താമസിപ്പിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ CMDRF-ൽ നിന്നാണ്. അത് ചെയ്യുന്നുണ്ട്. പുനരധിവാസത്തിന്റെ എല്ലാ പാക്കേജും വാസ്തവത്തിൽ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇന്നലെ എറണാകുളത്ത് സംസാരിച്ചപ്പോഴും അത് പറഞ്ഞത് ഞാൻ കേട്ടു ടി-വിയിൽ. എന്ത് പറഞ്ഞാലും അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതത്തിന് ബുദ്ധിമുട്ട് വരില്ല, അവരെ പുനരധിവസിപ്പിക്കുമെന്ന് മാത്രമല്ല, ആ ചൂരൽമല എന്നൊക്കെ പറഞ്ഞാൽ വലിയ തോതിൽ ടൂറിസ്റ്റുകളൊക്കെ വന്നിരുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ വയനാടിന്റെ ടൂറിസം സാധ്യതയുണ്ട്. അവർ നേരത്തെ ജീവിച്ചിരുന്നത് പോലെ ഒരു നിലയിൽ നല്ല ഒന്നാന്തരം വീടും, രണ്ടാമത്തെ നിലയിൽ വേണമെങ്കിൽ ഈ വീട്ടിലൊരു ഹോം സ്റ്റേ പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള പശ്ചാത്തലത്തിലുള്ള വീടുകൾ എന്ന നിലയിലൊക്കെയാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു പുനരധിവാസ പദ്ധതി ആയിരിക്കും. എന്തായാലും ഇങ്ങനെ കാര്യങ്ങൾ തരില്ല എന്ന് പറഞ്ഞിട്ട് മൂക്കുമുറിച്ച് ശകുനം മുടക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അതിന് കാത്തു നിൽക്കാതെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റ് പോകും. പൂർത്തീകരിക്കുന്നത് ഈ ഭൂമിയുടെ പ്രശ്നമാണല്ലോ, കെട്ടിടങ്ങൾ കെട്ടുന്നതിന് ഏറ്റവും പ്രധാന പ്രശ്നം. അതിന് വേറെ തടസ്സം ഉണ്ടാവില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പോകും. കാരണം പുതിയ തരത്തിലുള്ള മെത്തേഡ്സ് ആയിരിക്കും പലപ്പോഴും നിർമ്മിക്കാൻ. അതും ആലോചിക്കുന്നുണ്ട്. നിയമപരമായ കാര്യങ്ങൾ നോക്കിയിട്ട് സർക്കാരിന് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോ കോടതിക്ക് പുറത്തായാലും നിയമമില്ലാതെ ഒരു കാര്യം സെറ്റിൽ ചെയ്യാൻ ഗവൺമെന്റിന് പറ്റില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ച് അതാണ് പ്രശ്നം. നമ്മൾ വ്യക്തികൾ തമ്മിലാണെങ്കിൽ നമുക്കൊരു കാര്യം സെറ്റിൽ ചെയ്യാം. പക്ഷെ ഗവൺമെന്റ് രീതി അനുസരിച്ച് പറ്റൂ. എന്തായാലും ഇതിന് അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ കൺവെൻഷണൽ നിർമ്മാണ രീതികളെക്കാളും വ്യത്യസ്തമായി പുതിയ തരത്തിലുള്ള രീതികളും പെട്ടെന്ന് നിർമ്മിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് അങ്ങനെ എവിടുന്ന് കേട്ടു? ഞങ്ങളാരും അങ്ങനെ കേട്ടുമില്ല. അങ്ങനെ ഇല്ലല്ലോ. അത് സംസ്ഥാനത്തിന്റെ ഈ നോളജ് എക്കണോമി മിഷനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഈ വിജ്ഞാന കേരള പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ നോളജ് എക്കണോമി മിഷൻ, എംപ്ലോയ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കൂടുതൽ എംപ്ലോയബിലിറ്റി ആളുകൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം കൊടുക്കുന്നതാണ്. അത് വലിയ ജനകീയമായ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അത്തരം കാര്യങ്ങൾ വന്നത്. ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളാരും കേട്ടില്ല. അത് വന്നല്ലോ കഴിഞ്ഞ ദിവസം. അതിന്റെ കാര്യം വന്നു. അത് ഉപദേശകനായിട്ട് പിന്നെ ഇത് ഞങ്ങളൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ അറിയാതെ വരത്തില്ലല്ലോ.